بسم الله الرحمن الرحيم الحمد لله على نعمة الإسلام الصلاة والسلام على سيدنا ومولانا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله جزا الله أن أحمدا خير ما جزا فمذ جاءنا بالحق فالحق وبالرجل اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولسائر المؤمنين والمؤمنات حسبنا الله ونعم الوكيل لا حول ولا قوة إلا بالله العلي العظيم. നമ്മൾ ജൗഹറത്തു തൗഹീദ് എന്ന ഇൽമുൽ കലാമിൻ്റെ കിതാബ് ഓതുന്നതിൻ്റെ മുന്നുള്ള ചില ആമുഖങ്ങൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ക്ലാസ് വെക്കുന്നത്. ജൗഹറത്തു തൗഹീദ് നിങ്ങളൊക്കെ വാങ്ങിയോ? അപ്പോൾ ജൗഹറത്തു തൗഹീദ് എന്ന് പറയുന്നത് ഇൽമുൽ കലാമിൻ്റെ കിതാബാണ്. എന്താണ് ഇൽമുൽ കലാമും ഇൽമുൽ അഖീദയും തമ്മിലുള്ള വ്യത്യാസം? ഇൽമുൽ കലാമും ഇൽമുൽ അഖീദയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൽമുൽ കലാം എന്ന് പറയുമ്പോൾ അത് ഇൽമുൽ അഖീദയുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. ഇൽമുൽ അഖീദയിൽ പ്രതിപാദിക്കുക, അതിൽ പണ്ഡിതന്മാർ പറയാറുള്ള വിഷയം നമ്മുടെ വിശ്വാസ കാര്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടതെന്ന് മാത്രമേ അതിലുണ്ടാവൂ. ഉദാഹരണത്തിന് അഖീദത്തുൽ അവാം പഠിച്ചില്ലേ? അഖീദത്തുൽ അവാമിൽ ആരൊക്കെയാണ് പ്രവാചകന്മാർ, എത്ര മുർസലുകളുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് പറയാം. അള്ളാഹു വാഹിദാണ്, അള്ളാഹു ശരീക്കില്ലാത്തവനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇൽമുൽ അഖീദയിൽ പറയൂ. അതിൻ്റെ തെളിവുകളൊന്നും ഇൽമുൽ അഖീദയിൽ പറയില്ല. പക്ഷെ ഇൽമുൽ കലാം വരുമ്പോൾ ഇൽമുൽ കലാമിൻ്റെ കിതാബുകളിൽ നമ്മൾ കാണുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയായിരിക്കും. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ അതിൻ്റെ തെളിവ് സഹിതം സമർത്ഥിക്കുക. തെളിവ് സഹിതം സമർത്ഥിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ വിശ്വാസ കാര്യങ്ങൾക്കെതിരെ വരുന്ന ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാകും. ആ ആരോപണങ്ങൾക്ക് മറുപടി പറയുക. ഈ രണ്ട് കാര്യമാണ് ഇൽമുൽ കലാമിൽ ഉണ്ടാവുക. അത് അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ തക്രീറുൽ അഖായിദ്, വിശ്വാസ കാര്യങ്ങളെ സമർത്ഥിക്കുക. രണ്ടാമത്തേത് ദഫ്ഉ ശുബ്ഹാത്ത്, ശുബ്ഹകളെ തടയുക. ശുബ്ഹ എന്ന് പറഞ്ഞാൽ അറിയോ? ശുബ്ഹ എന്ന് പറഞ്ഞാൽ മാ യുതവഹമു ദലീലൻ വലൈസ ബിദലീലിൻ, അത് തെളിവാണെന്ന് തോന്നും പക്ഷെ തെളിവല്ല. നമുക്ക് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാതെ അതിനെ വിലയിരുത്തുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് തോന്നും, പക്ഷെ ചിന്തിച്ചാലോ അത് ശരിയല്ല. ഉദാഹരണം, എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഊർജത്തെ നമുക്ക് നിർമ്മിക്കാനും കഴിയില്ല, അതിനെ നശിപ്പിക്കാനും കഴിയില്ല. പിന്നെ എന്തേ കഴിയുള്ളൂ? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റം ചെയ്യാൻ കഴിയും. ഇത് ഇപ്പോൾ കെമിസ്ട്രിയുടെ ഒരു തത്വമാണ്, അല്ലെങ്കിൽ സയൻസ് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്, അവരൊരു ഫൈൻഡിങ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ പറയും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. കാരണം ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് ഇതൊക്കെ നശിക്കലല്ലേ, എനർജിയെ നശിപ്പിക്കാൻ കഴിയില്ലല്ലോ, ഉണ്ടാക്കാനും കഴിയില്ല. അപ്പോൾ ഈ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിള് അല്ലെങ്കിൽ ഈ ഒരു ഫൈൻഡിങ്, അത് ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്നതിന്റെ തെളിവാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിനെക്കുറിച്ച് കുറച്ച് ചിന്തിച്ചാൽ അറിയാതെ തെറ്റാണ്, അതിന്റെ തെളിവല്ല എന്ന്. അപ്പോൾ ഇതാണ് ശുബ്ഹ. ശുബ്ഹ എന്ന് പറഞ്ഞാൽ തെളിവാണെന്ന് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ അതെന്തല്ല, തെളിവല്ല. ഇങ്ങനെ ശുബ്ഹകളെ ഇല്ലായ്മ ചെയ്യുക, ഇറാഡിക്കേറ്റ് ചെയ്യുക, ഇതാണ് ഇൽമുൽ കലാമിന്റെ രണ്ടാമത്തെ ദൗത്യം. ഇൽമുൽ അഖീദയിൽ ഈ രണ്ട് സംഗതികൾ ഉണ്ടാവില്ല. ഏതൊക്കെ ഉണ്ടാവില്ല? തക്രീറുൽ അഖായിദും ദഫ്ഉ ശുബ്ഹാത്ത് എന്ന് പറയുന്ന രണ്ട് പ്രക്രിയകൾ ഇൽമുൽ അഖീദയിൽ ഉണ്ടാവില്ല. അതിൽ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത് എന്നത് മാത്രമാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ അഖീദ, ആ അഖീദക്ക് ഒരു പ്രത്യേകതയുണ്ട്. അഖീദ മാറൂല. എല്ലാ പ്രവാചകന്മാരുടെയും അഖീദ ഒന്ന് തന്നെയായിരിക്കും. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസവും അതിന്റെ മുന്നേ കഴിഞ്ഞു പോയ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസവും നമ്മുടെ പ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസവും എല്ലാം ഒരേ വിശ്വാസമാണ്.
അഖീദയിൽ മാറ്റം വരില്ല. എന്തുകൊണ്ടാ? അഖീദ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്, ഫാക്റ്റാണ്, ഹഖീഖത്ത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യങ്ങൾ മാറ്റത്തെ സ്വീകരിക്കൂല എന്നതാണ് അതിന്റെ കാര്യം. ഉദാഹരണം 1+1=2. അതിപ്പോ നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ 2 തന്നെ കിട്ടുക അല്ലേ? ഇനിയിപ്പോ ഗാർഡനിൽ പോയി ചർച്ച ചെയ്താലോ അത്ര തന്നെ കിട്ടുള്ളൂ. നമ്മളല്ലാത്ത ഒരാൾ ചർച്ച ചെയ്താലും അത് 2 ആയിരിക്കും, 3 ആവില്ല. ഇനി നമ്മളെ രാജ്യം വിട്ടു മറ്റൊരു രാജ്യത്ത് പോയി ചിന്തിച്ചു, അപ്പോഴും തന്നെ 2 തന്നെ ആയിരിക്കും. ഇനി 100 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ, 100 കൊല്ലം മുന്നേ ചിന്തിക്കുകയാണെങ്കിലോ അങ്ങനെ തന്നെ. ഇനി നമ്മളെ പ്ലാനറ്റിൽ നിന്നെല്ലാം മാറി മറ്റൊരു പ്ലാനറ്റിൽ പോയി ചിന്തിച്ചു, മറ്റൊരു ഗ്രഹത്തിൽ പോയിട്ട്, അപ്പോഴും എന്തായിരിക്കും? 1+1=2 ആയിരിക്കും. ഇനി ഈ ലോകം തന്നെ മാറി ആഖിറത്തിൽ ചെന്നാലോ സ്വർഗത്തിലെത്തിയാൽ അത് മാറുമോ? ഇല്ല. സ്വർഗത്തിലെത്തിയാലും 1 കൂട്ടണം 1 എന്തായിരിക്കും? 2 ആയിരിക്കും, 3 ആയിരിക്കില്ല. അതെന്താ കാരണം? അതൊരു ഫാക്റ്റാണ്, റിയാലിറ്റിയാണ്, ഹഖീഖത്താണ്. ഫാക്റ്റുകൾ, റിയാലിറ്റികൾ, ഹഖീഖത്തുകൾ ഇത് മാറൂല, മാറ്റത്തെ സ്വീകരിക്കൂല. അപ്പൊ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു ഉണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് മാത്രമല്ല അള്ളാഹു ഉള്ളവനാകൽ നിർബന്ധമാണ്, അതാണ് നമ്മുടെ വിശ്വാസം. മാത്രമല്ല അള്ളാഹു ഒരുവനാണ്, 2 ദൈവങ്ങളില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ. ഇതൊരിക്കലും മാറ്റത്തെ സ്വീകരിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരുടെയും വിശ്വാസം ഒന്നായി തീർന്നത്, വ്യത്യസ്തമാകാത്തത്. ക്ലിയർ ആയല്ലോ? അപ്പോ ഈ അഖീദ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ അഖീദയെ സംരക്ഷിക്കുക, അതിനെ സ്ഥിരീകരിക്കുക, ഇതാണ് ഇൽമുൽ കലാമിന്റെ ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് മുസ്ലിങ്ങൾ കണ്ടെത്തിയ 2 വഴികളുണ്ട്. ഒന്ന് സൂഫി റൂട്ട്, മറ്റൊന്ന് ഇൽമുൽ കലാമിന്റെ റൂട്ട്. എന്താ സൂഫി റൂട്ടും ഇൽമുൽ കലാമിന്റെ റൂട്ടും തമ്മിൽ വ്യത്യാസം എന്നറിയോ? അൽ ബഹ്സു അനിൽ ഹഖീഖ, യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ചർച്ച, എന്താണ് ശരി എന്ന വിഷയം, ഇത് കണ്ടെത്താൻ 4 മാർഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. യാഥാർത്ഥ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ, യാഥാർത്ഥ്യം കണ്ടെത്താൻ, അല്ലെ ഹഖീഖ എന്താണ് സത്യമെന്ന് കണ്ടെത്താൻ 4 റൂട്ടുകളാണ്. അതില് ഒന്നാമത്തത് പഠന മനന ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തയിലൂടെയും ഒബ്സർവേഷൻ ഇത്തരം കാര്യങ്ങളിലൂടെ കണ്ടെത്തുക, ഇതാണ് ഒരു ശൈലി. പഠന ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുക. രണ്ടാമത്തെ ഒരു ശൈലിയാണ് നമ്മളുടെ ചിന്ത കൂടുതൽ ചെലവഴിക്കുന്നില്ല, നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നില്ല, നമ്മളെ മനസ്സിനെ സംശുദ്ധീകരിച്ചിട്ട് മനസ്സിൽ വരുന്ന ആശയങ്ങൾ അതാണ് ശരിയെന്ന് തീർപ്പ് കൽപ്പിക്കുക. ഇതാണ് രണ്ടാമത്തെ ശൈലി. ഒന്ന് മനസ്സിലായോ? ഒന്ന് പഠന ഗവേഷണങ്ങൾ ഉണ്ടാകും, മറ്റൊന്നോ ഒബ്സർവേഷൻ, അതുപോലെ തിങ്കിങ്, ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊന്നും ഉണ്ടാകില്ല. അതിലുണ്ടാവുക മനസ്സിനെ തസ്ബിയത്ത് ചെയ്യുക, ശുദ്ധീകരിക്കുക, സ്ഫുടം ചെയ്തെടുക്കുക, എന്നിട്ട് കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ രണ്ടാമത് പറഞ്ഞ ശൈലി. അവരതിന് ഉദാഹരണം പറയുന്നത് കണ്ണാടി ക്ലിയർ ആണ്, കണ്ണാടിയിൽ കാര്യങ്ങൾ കാണും, പക്ഷെ കണ്ണാടിയിൽ കറ പിടിച്ചിരിക്കുകയാണ് കാണൂല. അപ്പൊ നമ്മളെ മനസ്സ് കണ്ണാടി പോലെയാണ്, എല്ലാം മനസ്സിൽ പ്രതിഫലിക്കും, എല്ലാ സത്യവും മനസ്സിൽ കാണാൻ കഴിയും. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ് യാഥാർത്ഥ്യമെന്ന് കണ്ടെത്താൻ കഴിയാത്തത് മനസ്സ് കളങ്കമായതുകൊണ്ടാണ്. അപ്പൊ മനസ്സിനെ ശുദ്ധീകരിച്ചെടുത്താൽ എല്ലാ സത്യങ്ങളും കണ്ടെത്താൻ കഴിയുന്നതാണ് അവന്റെ വാദം. നമ്മൾ ഒന്നാമത്തെ റൂട്ട് പറഞ്ഞു, രണ്ടാമത്തെ റൂട്ട് പറഞ്ഞു. ഇത് രണ്ടും ശരീഅത്തനുസരിച്ചും ശരീഅത്തിന് വിരുദ്ധമായിട്ടുണ്ടാകും. മനസ്സിലെ പഠന മനന ഗവേഷണങ്ങൾ എന്ന് പറഞ്ഞാല് അത് ശരീഅത്ത് പറഞ്ഞ റൂട്ടിലൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ പഠന ഗവേഷണങ്ങൾ അത് ശരീഅത്ത് പറഞ്ഞ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ അവർക്ക് മുത്തകല്ലിമുകൾ എന്ന് പറയും, ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ മുത്തകല്ലിമുകൾ. ഇനി ഈ ഒന്നാമത് പറഞ്ഞ റൂട്ട് പഠന ഗവേഷണങ്ങൾ അത് ശരീഅത്തനുസരിച്ചൊന്നുമല്ല, ഓരോരുത്തരും അവരുടെ ബുദ്ധി അനുസരിച്ച് അവരുടെ ഒബ്സർവേഷൻ അനുസരിച്ച് സ്വതന്ത്രമായി കണ്ടെത്തുകയാണെങ്കിൽ അതിന് മശാഇയ്യത്ത് എന്ന് പറയും. മശാഇയ്യത്ത് അത് നമ്മൾ വിശദീകരിക്കാം, നമ്മളിപ്പോൾ എഴുതി വെച്ചാൽ മശാഇയ്യത്ത്. ഇനി രണ്ടാമത്തത് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞല്ലോ, അതിലും ഇതുപോലെ 2 റൂട്ട് ഉണ്ടാവും.
ഒന്ന് ശരീഅത്ത് അനുസരിച്ച് പോകുന്ന ഒരു ശൈലിയും ശരീഅത്ത് അനുസരിക്കുന്നില്ല, അതായത് ശരീഅത്തിനോട് അനുകൂലമാണോ പ്രതികൂലമാണോ രണ്ടുമില്ല, അവർക്ക് എന്താ കണ്ടെത്തുന്നത് അത് അത്രേ ഉള്ളൂ. അപ്പോ ഈ ശരീഅത്ത് അനുസരിച്ച് കൊണ്ടാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ അതിന് സൂഫിയത്ത് എന്ന് പറയും. ശരീഅത്തിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പരിഗണിക്കുന്നില്ല എന്ന രീതിയാണെങ്കിൽ, എന്ന ശൈലിയാണ് പിന്തുടരുന്നതെങ്കിൽ അതിന് അൽ ഇസ്റാഖിയ്യ എന്നും പറയും, ഇല്യൂമിനിസ്റ്റ് ഫിലോസഫി എന്ന് പറയും. ഇപ്പൊ 4 ആയില്ലേ? ഈ 4 ശൈലികൾ, 4 രീതികളുണ്ട് സത്യമെന്തെന്ന് കണ്ടെത്താൻ. അപ്പൊ അതിൽ ഇസ്ലാം അംഗീകരിക്കുന്നത് 2 റൂട്ട് മാത്രം. ഏതൊക്കെയാ? മുത്തകല്ലിമുകളുടെ റൂട്ടും സൂഫിയത്തിന്റെ റൂട്ടും. അപ്പൊ 2 രീതിയുണ്ട്. പഠന ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന ഒരു രീതിയും മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു രീതിയും. അതിലുള്ള 2 ഇസ്ലാം അംഗീകരിക്കുന്നില്ല. 2ലുള്ള ഓരോന്നിനെയും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഈ മശായിയത്തിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അതാണ് അരിസ്റ്റോട്ടിലൊക്കെ സ്വീകരിച്ച ശൈലി. ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ഇസ്റാഖിയത്തിന്റെ റൂട്ട് എന്ന് പറഞ്ഞല്ലോ, അതാണ് സന്യാസിമാർ സ്വീകരിക്കുന്ന ശൈലി. അവർക്കും ഒരുപാട് കാര്യങ്ങൾ, രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ സാധിക്കും. അതൊരു പക്ഷെ ശരിയുമായിരിക്കും അവർ പറയുന്ന കാര്യങ്ങൾ. അതൊക്കെ അവർ മനസ്സിനെ സ്ഫുടം ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അവർ കണ്ടെത്തുന്നത് എല്ലാം ശരിയായിരിക്കില്ല. അപ്പൊ ഇങ്ങനെ ഈ 2 റൂട്ടും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്, സൂഫി റൂട്ട്, മുത്തകല്ലിമുകളുടെ റൂട്ട്. ഈ മുത്തകല്ലിമുകളുടെ റൂട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവർക്കാണ് ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ എന്ന് പറയുക. ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരുടെ ശൈലി എന്ന് പറയുന്നത് ഗവേഷണങ്ങളിലൂടെ, ചിന്തയിലൂടെ കാര്യങ്ങളെ, സത്യത്തെ കണ്ടെത്തുക എന്നതാണ്. ക്ലിയർ ആയില്ലേ? ഇത് വളരെ വിശദമായിട്ട് ഇനി നിങ്ങൾക്ക് നോക്കണമെങ്കിൽ അൽ മഫാഖിറുൽ അലിയ്യ ഫിൽ മആസിരി ശാദുലിയ്യ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അത് തസവുഫിന്റെ കിതാബാണെങ്കിലും അതിന്റെ തുടക്കത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അൽ മഫാഖിറുൽ അലിയ്യ ഫിൽ മആസിരി ശാദുലിയ്യ. അത് നമ്മുടെ മതബുകാരൻ തന്നെയായ ഇബ്നു അബ്ബാദ് ശാഫഈ റഹിമഹുല്ലാഹ്. ഇബ്നു അബ്ബാദ് വലിയ പണ്ഡിതനാണ്. അവരെഴുതിയ കിതാബാണ്, ചെറിയ കിതാബാണ്. അൽ മഫാഖിറുൽ അലിയ്യ ഫിൽ മആസിരി ശാദുലിയ്യ. അപ്പൊ അതിൽ പറഞ്ഞ മുത്തകല്ലിമുകളുടെ റൂട്ടും സൂഫി റൂട്ടും, ഇത് 2ഉം ഇസ്ലാമികമാണ്. മറ്റു 2 റൂട്ടും ഫിലോസഫിയുടെ റൂട്ടുമാണ്. ഫിലോസഫിയിലും 2 ശൈലി ഉണ്ടാവും. ഒന്ന് പഠന ഗവേഷണങ്ങളിലൂടെ കാര്യങ്ങളെ കണ്ടെത്തുക, അത് ഫിലോസഫിയുടെ മശാഇയ റൂട്ട്. ഫിലോസഫിയിലുള്ള മറ്റൊരു ശൈലിയാണ് മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫിലോസഫിയുടെ ആളുകൾ അവർക്കൊരിക്കലും ശരീഅത്തിനോട് ശരീഅത്തിനോട് ഈർഷ്യതയില്ല. എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ കണ്ടെത്തുന്നത് എന്തോ, ശരീഅത്തിന്റെ റൂട്ട് അനുസരിച്ച് ചിന്തിക്കുന്നവർ എന്തോ, അതിന് നേരെ വിരുദ്ധമായിരിക്കണം ഞങ്ങൾ ചിന്തിക്കുന്നത് എന്ന വാശിയൊന്നും അവർക്കില്ല. അവരൊരു പക്ഷെ അതിനോട് യോജിച്ച് വരാം, അല്ലെങ്കിൽ അവർ വിയോജിച്ച് വരാം. സ്വതന്ത്രമായ ഗവേഷണങ്ങളാണ് അവർ നടത്തുക. മുത്തകല്ലിമുകളുടെ ശൈലി എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഉണ്ട് എന്നതിന്റെ തെളിവുകൾ നോക്കുക. മനസ്സിലായോ? അതേസമയം ഫലാസിഫത്തിന്റെ ശൈലി, ഫൽസഫയുടെ ശൈലി അങ്ങനെയല്ല. അവര് ഖുർആനിൽ എന്ത് പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കൂല. ദൈവം ഉണ്ടോ ഇല്ലയോ, സ്വതന്ത്രമായത്, നേരത്തെ ഒരു പ്രിമൈസ് വെക്കാതെ, നേരത്തെ ഒരു തീരുമാനം ഇല്ലാതെയായിരിക്കും അവരുടെ ചർച്ച നടക്കുക. ക്ലിയർ ആട്ടോ? അപ്പോ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള റൂട്ടായിരിക്കും. അതിനെ ഭേദിച്ചുകൊണ്ട് അവർക്ക് തീരുമാനം ഉണ്ടാവില്ല. ഫലാസിഫത്തിന് ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായേക്കാം, ഇല്ലാതിരിക്കാം. ഒരുപാട് ഫലാസിഫത്ത് ദൈവമുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, ദൈവം ഇല്ല എന്ന് പറഞ്ഞ ഫലാസിഫത്തും ഉണ്ട്. ദൈവമുണ്ട് എന്ന് തെളിയിക്കാനായി നിരവധി തെളിവ് പറഞ്ഞ ഫലാസിഫത്തുണ്ട്. 2 രീതിയിലുള്ള ഫലാസിഫത്താണെങ്കിലും അവർക്കൊന്നും ദീനിനോട് പരമമായ ആത്യന്തികമായ വൈരാഗ്യമില്ല. ഇനി ഇൽമുൽ കലാം, ഇൽമുൽ കലാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഇൽമുൽ കലാമിന്റെ 2 ദൗത്യത്തൊക്കെ പറഞ്ഞത്? ഒന്ന് തഖ്രീറുൽ അഖായിദ്, നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ സമർത്ഥിക്കുക. രണ്ടാമത്തത് ദഫ്ഉ ശുബ്ഹാത്ത്,
ദഫു ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസ കാര്യങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരായിട്ട് വരിക. മുഅ്തസിലെ പണ്ഡിതന്മാര്, ശീഈ പണ്ഡിതന്മാര്, അവരൊക്കെ ഇൽമുൽ കലാമിന്റെ ആളുകളായിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ കാലൽ മുത്തക്കല്ലിമൂന, നമ്മുടെ തഫ്സീറുർ റാസി അതുപോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ മുത്തക്കല്ലിമുകൾ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ സുന്നികൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, മറ്റുള്ളവരുമാകാം. ഈ ദൗത്യം നിർവഹിക്കുന്ന എല്ലാവരും എന്താ? മുത്തക്കല്ലിമുകളാണ്, ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി നിങ്ങൾ വലിയ കിതാബുകൾ നോക്കുമ്പോൾ മുത്തക്കല്ലിമുകൾ പറഞ്ഞു, ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം എല്ലാം സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. കാരണം എന്തല്ല, അഹ്ലുസുന്ന മാത്രമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ മാത്രമല്ല ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്നത്, മുത്തക്കല്ലിമുകൾ എന്നറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ശറഹ് മുസ്ലിം, നവവി ഇമാമിന്റെ ശറഹ് മുസ്ലിം, നവവി ഇമാം ഒരു അഭിപ്രായം പറയുമ്പോൾ ഖാല അസ്ഹാബുനൽ മുത്തക്കല്ലിമൂൻ, നമ്മുടെ ആളുകളായ മുത്തക്കല്ലിമുകൾ എന്ന് പറയും. അല്ലെങ്കിൽ ഖാലൽ മുത്തക്കല്ലിമൂന മിൻ അഹ്ലി സുന്ന, അഹ്ലി സുന്നയിൽപ്പെട്ട മുത്തക്കല്ലിമിന്റെ ആ പണ്ഡിതന്മാർ, ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ എന്ന് പറയും. അപ്പൊ പിന്നെ നമുക്ക് ഉറപ്പിക്കാം അത് അഹ്ലി സുന്ന അംഗീകരിക്കുന്ന മുത്തക്കല്ലിമുകളാണ്, അഹ്ലി സുന്നയുടെ അഭിപ്രായമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഇൽമുൽ കലാമിന്റെ ശൈലി എന്ന് പറയുന്നത് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ കിതാബിൽ തന്നെ ഉണ്ട്. മനസ്സിലായി? ഇൽമുൽ കലാമിന്റെ കിതാബുകളാകുമ്പോൾ അത് മനസ്സിലാക്കാൻ പിന്നെ മറ്റൊരു ഗ്രന്ഥത്തിന്റെ ആവശ്യമില്ല. ഇൽമുൽ കലാമിന്റെ കിതാബിൽ ഫിലോസഫി ചർച്ച ചെയ്യും, മറ്റുള്ള വിഷയങ്ങൾ ശാസ്ത്രം ചർച്ച ചെയ്യും. അതിന്റെ എല്ലാം മുഖദ്ദിമാത്ത്, അതിന്റെ എല്ലാം പ്രിമൈസുകൾ അത് എവിടെ തന്നെ ഉണ്ടാകും? ഇൽമുൽ കലാമിന്റെ കിതാബുകളിൽ തന്നെ ഉണ്ടാകും. അത്രയും ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ ആ ഫന്നിനെ പരിഗണിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മറ്റു വിജ്ഞാന ശാഖകളിൽ നിന്ന് കടഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ നോട്ട് വായിച്ചാൽ എനിക്ക് മനസ്സിലാക്കും, ഓരോന്ന് വായിച്ച് അർത്ഥം വെക്കുന്നില്ല. അല്ലാമ അബ്ദുദ്ദീൻ ലീജി മവാഖിഫിൽ പറഞ്ഞ ഈ വാർത്തകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തിനാണ് ഇൽമുൽ കലാം എന്നതാണ്. എന്തിനാ ഇൽമുൽ കലാം? നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാകും. പക്ഷെ അതൊന്നുകൂടി സുവ്യക്തമായിട്ട് ഇമാം ഗസാലി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. ഗസാലി ഇമാമിന് അൽ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് നിങ്ങൾ ഓതിയോ? ഇവിടെ പണ്ടോ ഉണ്ടായിരുന്നില്ലേ അല്ലേ? അൽ ഇഖ്തിസാദ് ഫിൽ ഇഅ്തിഖാദ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ അവർ പറയുന്നു മഖ്സൂദു ഹാദൽ ഇൽമി, ഈ ഇൽമിന്റെ ഇൽമുൽ കലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇഖാമത്തുൽ ബുർഹാനി അലാ വുജൂദി റബ്ബി തആല വസിഫാതിഹി വഅഫ്ആലിഹി വസിദ്ഖുർ റുസുലി കമാ ഫസ്സൽനാഹു ഫിൽ ഫിഹ്റസ വകുല്ലു ദാലിക മുഹിമ്മുൻ ലാ മഹീസ അൻഹു ലിയാതിൻ. ഈ ഇൽമുൽ കലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹു തആല ഉണ്ട്, അല്ലാഹു തആലയുടെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ ഉണ്ട് എന്നൊക്കെ സമർത്ഥിക്കലാണ്. അതുപോലെ പ്രവാചകൻ സത്യമാണ്, പ്രവാചകൻ പറയുന്നതെല്ലാം സത്യമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ തെളിവ് സഹിതം സമർത്ഥിക്കുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം? ഇൽമുൽ കലാമിന്റെ ലക്ഷ്യം. ഇൽമുൽ അഖീദക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇനി ഈ ഒരു ശൈലി, ഇൽമുൽ കലാമിന്റെ ശൈലി പണ്ഡിതന്മാർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഖുർആനിൽ തന്നെയുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾ തെളിയിക്കുക എന്നത് ഒരുപാട് ആയത്തുകളുണ്ട്. രണ്ടെണ്ണം മാത്രം ഉദാഹരണത്തിന് പറയാം. വൈദ് കാല സൂറത്തുൽ അൻആമിന്റെ 74 മുതൽ 83 വരെ ആയത്തുകൾ, അവിടെ നല്ലൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും തന്റെ സമൂഹവും തമ്മിൽ. വൈദ് കാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൈദ് കാല ഇബ്രാഹിം ലി അബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹത്തൻ എന്നൊക്കെ തുടങ്ങിയിട്ട് ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലിൻ. ഈ സംഭവങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ? അതുകൊണ്ടത് അർത്ഥം വെക്കുന്നില്ല. അവിടെ ഇൽമുൽ കലാമിന്റെ ഒരു ഉദാഹരണം കാണാം. ബുദ്ധിപരമായ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ അഖീദയെ മൂസ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമർത്ഥിക്കുന്നത്.
മറ്റൊരു സംഭവം ഹിജ്റ സൂറത്തുൽ ബഖറ 258 ആയത്തിൽ കാണാം. അതൊക്കെ നോട്ടിലുണ്ട് കേട്ടോ, അതൊന്നും നമ്മൾ പറയുന്നില്ല. ഇയാൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇനി ഇൽമുൽ കലാമിന്റെ ഇസ്തിംദാദ് ആണ് നമ്മൾ പറയുന്നത്. ഇസ്തിംദാദ് എന്ന് പറഞ്ഞാൽ എന്താ? അവലംബം എന്ന് പറഞ്ഞാല് അത് എവിടുന്നാണ് അതിന് ആശയങ്ങൾ കിട്ടുന്നത് എന്ന്, അതിന്റെ സോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇൽമുൽ കലാമിന്റെ ഇസ്തിംദാദ് അല്ല അതില്ലത്തു നഖലിയത്തു വൽ അഖലിയ, ദൈക്ഷണികവും നിവേദനപരവുമായ തെളിവുകളാണ്. ദൈക്ഷണികമായ തെളിവുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുന്നത്. നിവേദനപരം നഖലിയത്ത് എന്ന് പറയുന്നത് ഖുർആനിലും ഹദീസിലും ഒക്കെ ഉള്ള തെളിവുകൾ. ഈ രണ്ട് രീതിയിലുള്ള തെളിവുകളുമാണ് ഇൽമുൽ കലാമിൽ ഉണ്ടാകുക. മനസ്സിലാണല്ലേ? മാത്രമല്ല ഈ അഖലിയും നഖലിയുമായ തെളിവുകൾ ഇവര് അഹ്ലുസുന്നയുടെ ആളുകളിൽ നിന്ന് മാത്രമല്ല സ്വീകരിക്കുക. മുഅ്തസിലത്ത്, ഫലാസിഫത്ത് ഇവരൊക്കെ പറഞ്ഞ തെളിവുകൾ ഉണ്ടാവും. അതും അഹ്ലുസുന്നയിൽപ്പെട്ട ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തും. ഉദാഹരണത്തിന് അല്ലാഹു തആല ഉണ്ട് എന്നതിന് നിരവധി തെളിവുകളുണ്ട്. അതിൽ റാസി ഇമാം ഏറ്റവും നല്ല തെളിവായിട്ട് പരിചയപ്പെടുത്തുന്നത് ഫിലോസഫിയുടെ ആളുകൾ പറഞ്ഞ തെളിവാണ്. അപ്പൊ അത്തരം വിഷയങ്ങളും ഇൽമുൽ കലാമിന്റെ ചർച്ചകളിൽ ഉണ്ടാകും. ഇൽമുൽ കലാമിന്റെ അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഫലാസിഫത്ത് പറയുന്ന തെളിവുകളും ഉണ്ടാകും. ഫലാസിഫത്ത് പറയുന്നതിൽ നിന്ന് ഇസ്ലാമിനോട് യോജിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് നമ്മുടെ പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തും. ക്ലിയർ അല്ലേ? ഇൽമുൽ കലാമിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യമാണ് പറയാൻ പോകുന്നത്. ഇൽമുൽ കലാമാണ് എല്ലാ വിജ്ഞാനങ്ങളുടെയും അടിത്തറ. അടിത്തറ എന്നാൽ ഇൽമുൽ കലാം മുഖേനയാണ് മറ്റെല്ലാ വിജ്ഞാന ശാഖകൾക്കും ഇവിടെ നിലനിൽപ്പ് ലഭിക്കുന്നത്. നമ്മളെ ദീനിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാ? ഖുർആന്, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്. വേറെ എന്തുണ്ടോ? അല്ലേ? അതല്ല, ഈ നാലുമല്ല. ഈ നാലും ഫിഖ്ഹിന്റെ പ്രമാണങ്ങളാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? തെളിവ്, ദലീല് തെളിവ്, അതാണെന്ത് പ്രമാണം. അപ്പൊ ദീനിന്റെ തെളിവുകള് ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് അല്ല. അതെങ്ങനെ ഇത് ഖുർആനാണ് എന്നാര് പറഞ്ഞു? അത് ഖുർആനിൽ പറഞ്ഞു, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇദ്ദേഹം മുഹമ്മദ് എന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നാര് പറഞ്ഞു? അത് ഖുർആനിൽ പറഞ്ഞു. ഖുർആൻ എന്താ? അത് മുഹമ്മദ് നബിക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥം. അതാര് പറഞ്ഞു? അത് മുഹമ്മദ് നബി പറഞ്ഞു. മുഹമ്മദ് നബി പ്രവാചകൻ ആരാണെന്ന് പറഞ്ഞു? പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? അത് ഖുർആനിൽ പറഞ്ഞു. ഖുർആൻ എന്താ? അത് മുഹമ്മദ് നബിക്ക് ഇറക്കിക്കൊടുത്ത. കേട്ടോ, സർക്കുലർ റീസണിങ് ആയിരിക്കും, അത് ഒരറ്റം ഉണ്ടാവില്ല. അപ്പൊ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നാലെണ്ണല്ല. ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അൽ ഹവാസു, ഒന്ന് പഞ്ചേന്ദ്രിയങ്ങൾ, സെൻസോർഗൻ. രണ്ടാമത്തത് അൽ അഖ്ലു, ബുദ്ധി, ധിഷണ. മൂന്നാമത്തത് അൽ അദില്ലത്തു നഖലിയ അല്ലെങ്കിൽ അൽ അദില്ലത്തു സംഇയ്യ, നിവേദനപരമായ അറിവുകൾ. ഇത് മൂന്നാണ് ദീനിന്റെ അടിസ്ഥാനം. ഇൽമുൽ കലാമിന്റെ പ്രാധാന്യം പറയാനാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ഫിഖ്ഹ്, ഒരു വ്യക്തിയോട് പോയിട്ട് കള്ള് കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്നാര് പറഞ്ഞു? അത് ഖുർആനിൽ പറഞ്ഞു. ഖുർആൻ എന്താ? അത് ദൈവത്തിന്റെ ഗ്രന്ഥം. ദൈവം ഉണ്ടോ? ഉണ്ട്. ആരാ പറഞ്ഞത്? ഖുർആനിൽ പറഞ്ഞത് എന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയല്ല, ഈ മൂന്നെണ്ണമാണ്. ഹവാസന മനസ്സിലായോ? പഞ്ചേന്ദ്രിയങ്ങൾ. രണ്ടാമത്തത് അക്കല്. മൂന്നാമത്തത് അല്ല അതില്ലത് സംഇയ്യ, അല്ലെങ്കിൽ സംഇ എന്ന് പറഞ്ഞാലും മതി, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ.
അപ്പൊ നമ്മൾ ദീനിനെ എങ്ങനെ സ്ഥിരപ്പെടുത്തുക? ഈ ലോകമുണ്ട്, ഈ ലോകം നമ്മളെ ഈ മുന്നിൽ കാണുന്ന വസ്തുക്കളെല്ലാം ഉണ്ട്. ഇതിനെല്ലാം ഒരു ദൈവം ഉണ്ടായിരിക്കണം, ഒരു സ്രഷ്ടാവ് ഉണ്ടായിരിക്കണം. ആ സ്രഷ്ടാവ് കഴിവുള്ളവനായിരിക്കണം, സ്വയം ഉദ്ദേശിക്കുന്നവനായിരിക്കണം. ഇതെല്ലാം നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ സ്ഥിരപ്പെടുത്തും. എന്നിട്ട് ഈ ദൈവത്തിന് ഒരു പ്രവാചകൻ അയക്കാൻ കഴിയും. ആ പ്രവാചകൻ പറയുന്നതെല്ലാം സത്യമായിരിക്കും. അത്തരത്തിലുള്ള ഒരു പ്രവാചകൻ പറഞ്ഞതാണ് ഖുർആൻ എന്ന് നമ്മൾ സമർത്ഥിക്കും. പിന്നെ ഖുർആനുള്ളതെല്ലാം അംഗീകരിക്കണം. ക്ലിയർ ആയോ? കാരണം ഖുർആനുള്ളതെല്ലാം സത്യമാണ്, ദൈവത്തിന്റെ നിർദ്ദേശമാണ് എന്നൊക്കെ വന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമുക്ക് കിട്ടിയത്? ആദ്യം നമ്മൾ ഈ വസ്തുക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇതിനൊരു സൃഷ്ടാവ് വേണമെന്ന് പറഞ്ഞു. പിന്നെയാണ് എന്ത് വരുന്നത്? ഖുർആനും ഹദീസും ഒക്കെ വരുന്നത്. അപ്പൊ ആദ്യം അൽ ഹവാസ് വന്നു, പിന്നെ അഖല് വന്നു, മൂന്നാമതായിട്ട് അൽ അദില്ലത്തു സംഇയ്യ വന്നു. ഈ അൽ അദില്ലത്തു സംഇയ്യ എന്ന് പറയുന്നതിൽ നിങ്ങൾ പറഞ്ഞ 4 വരും. ഏതൊക്കെ? ഖുർആന്, ഇജ്മാഅ്, ഖിയാസ്, ഇജ്മാഅ്, ഇതൊക്കെ 4 വരും. അപ്പൊ ഈ അഖലും ഹവാസും ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഒരു ദൈവമുണ്ട്, ദൈവം ഒരു പ്രവാചകനെ അയച്ചിട്ടുണ്ട്, ആ പ്രവാചകൻ പറയുന്നതെല്ലാം ശരിയായിരിക്കും, അത്തരത്തിലുള്ള ഒരു പ്രവാചകൻ പറഞ്ഞതാണ് ഖുർആനും ഹദീസും എന്ന് സ്ഥിരപ്പെട്ടാൽ മാത്രമേ നമ്മുടെ മതത്തിന് നിലനിൽക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിലനിൽക്കുള്ളൂ. ഫിഖ് ആണെങ്കിലും അഖീദയാണെങ്കിലും ഒക്കെ അതെല്ലാം ഇൽമുൽ കലാം അനുസരിച്ചാണ് വരുന്നത്. അതിനെല്ലാം സമർത്ഥിക്കേണ്ടത് നമുക്ക് മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നത് ഏത് അറിവ് കൊണ്ടാണ്? ഇൽമുൽ കലാം കൊണ്ട്. അപ്പൊ ഇൽമുൽ കലാമാണ് പരമപ്രധാനം ദീനിനെ സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ. ഇനി അതുകൊണ്ടാണ് അല്ലാഹു തആല തന്നെ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ ദീനിലേക്ക് സതുപദേശത്തോടു കൂടെയും മറ്റും ക്ഷണിക്കുക. എന്നിട്ട് മറ്റൊരു ശൈലി പറയുന്നു, വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ. നല്ല രീതിയിൽ അവരോട് സംവാദം നടത്തുക, ഡിബേറ്റ് നടത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡിബേറ്റ് നടത്തണമെങ്കിൽ അവർ കൂടെ അംഗീകരിക്കുന്ന ഒരു തെളിവാകണ്ടേ? അത് അഖലും ഹവാസുമായിരിക്കും. അപ്പൊ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമുൽ കലാം. അപ്പൊ ഇൽമുൽ കലാം ഉണ്ടായാലാണ് നമുക്ക് നമ്മുടെ മതത്തെ സ്ഥിരപ്പെടുത്താനും മറ്റൊരാളുടെ മുന്നിൽ അത് യാഥാർത്ഥ്യമാണ്, അത് പറയുന്നതൊക്കെ അംഗീകരിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുത്താനും കഴിയുന്നത്. ഇനി ഈ ഇൽമുൽ കലാം എന്ന് പറയുന്നത് അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം. അഖീദയുടെ വിഷയത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമല്ല, വിശ്വാസപരമായ കാര്യങ്ങളിൽ നിരീശ്വരവാദികളുമായിട്ട് വിദഗ്ധരുമായിട്ട് സംവാദം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമല്ല ഇൽമുൽ കലാമിന്റെ ആവശ്യം, മറ്റുള്ള വിജ്ഞാനങ്ങളിലും ആവശ്യമാണ്. ഇബ്നു ഹജറിനിൽ ഹൈതമി അറിയോ അല്ലേ? അവർക്ക് ഖുർറത്തുൽ ഐൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ ഖുർറത്തുൽ ഐൻ എഴുതാനൊരു സാഹചര്യം ഉണ്ട്. എന്താ? അവരൊരു ഫത്വ കൊടുത്തു. അപ്പൊ അതിനെതിരെ മറ്റൊരു പണ്ഡിതൻ ഫത്വ കൊടുത്തു. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ രണ്ടാമതായിട്ട് ഇബ്നു ഹജർ തങ്ങൾ മറുപടി എഴുതിയതാണ് ഈ കിതാബ്. അപ്പൊ ആദ്യത്തെ ഫത്വയെ നിരൂപിക്കുകയാണ്. ആദ്യം പറഞ്ഞ ഫത്വ കൊടുത്ത പണ്ഡിതൻ അദ്ദേഹം ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, ഇബ്നു സിയാദ് റഹിമഹുല്ലാ. അറിയോ? ഇബ്നു സിയാദ് റഹിമഹുല്ലയുടെ കിതാബ് ഫത്വ, അതിനെയാണ് ഇബ്നു ഹജറിനിൽ ഹൈതമി തങ്ങൾ ഗണ്ണിക്കുന്നത്. അപ്പോ അതിലൊരു പരാമർശമുണ്ട്. ഇബ്നു തങ്ങൾ പറയുന്നത്, എന്താണ് ഇദ്ദേഹം ഈ പറയുന്നത്? ഇതൊക്കെ ഇൽമുൽ കലാം അറിയുമെങ്കിൽ ഇതൊക്കെ പറയുമായിരുന്നോ? ഇൽമുൽ കലാം അറിയാത്തതിന്റെ പ്രശ്നമാണ് ഇത്രയും വലിയ അപകടത്തിൽ ചെന്ന് പെട്ടത് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വലൗല അന്ന ഹാദർ റജുല അഅമിയ്യുൻ ഫി ഇൽമിൽ കലാമി വമുഖദ്ദിമാതുഹു ലം തമുറ ബിഫിക്രിഹി. ഈ ശാമിലിൽ എടുത്തതിൽ ചില തെറ്റുകൾ ഉണ്ടാവും, ഹർക്കത്തൊക്കെ. ലം തമുറ ബിഫിക്രിഹി വലഖ്തജലത് ഫി സിർരിഹി. ഇൽമുൽ കലാമിന്റെ വിഷയങ്ങൾ ഇദ്ദേഹത്തിന് അറിയും. അത് ഈ ഫത്വ തെറ്റി ആര് കൊടുത്തത്? ഇബ്നു സിയാദ് തങ്ങൾ കൊടുത്തത്, ഇബ്നു ഹജർ തങ്ങളുടെ വീക്ഷണ പ്രകാരം. അപ്പൊ അതിന് തെറ്റാനുള്ള ഒരു കാരണമായിട്ട് പറയുന്ന അദ്ദേഹത്തിന് എന്തറിയൂല? ഇൽമുൽ കലാം അറിയൂല എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ ശേഷം ഒരുപാട് പറയുന്നുണ്ട്. അതിന്റെ പേജ് നമ്പർ പറഞ്ഞാൽ മതി. ഫത്താവൽ കുബ്ര 3-ാം ഭാഗം 28-ാം പേജ്. ഈ പഴയ വോളിയം ഉണ്ടല്ലോ,
നമ്മളെ കല്ലച്ച് അതിൻ്റെ നമ്പറാണ്. അപ്പോൾ ഇൽമുൽ കലാം ആവശ്യമായി വരുന്നത് വെറും അഖീദയിൽ മാത്രമല്ല, യുക്തിവാദികളെ നേരിടാനും അല്ലെങ്കിൽ ബിദ്അത്തുകാർക്ക് മറുപടി പറയാനല്ല. നമുക്കൊരു വിഷയം ദീനിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇൽമുൽ കലാം ആവശ്യമാണ് എന്ന് വരും. മാത്രമല്ല ഓരോ അറിവുകളും ഓരോ വിജ്ഞാന ശാഖകളും അത് പരസ്പര ബന്ധിതമാണ്. ഉസൂലുൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥം ഓതാൻ തുടങ്ങിയോ? ഇല്ല, 5-ലല്ലേ? ആ ഉസൂലുൽ ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥമാണ് ജമ്മുൽ ജവാമിഉ. ആ ജമ്മുൽ ജവാമിന്റെ തുടക്കത്തിൽ ഇൽമുൽ കലാമിന്റെ ഒരുപാട് ചർച്ചകൾ ഉണ്ടാകും. അതെന്തിനാ അവിടെ കൊണ്ടുവരുന്നത്? അതാ ജമ്മുൽ ജവാമിയിൽ പറയാൻ പോകുന്ന ഒരുപാട് വിഷയങ്ങൾ അത് ഇൽമുൽ കലാമുമായി വളരെ ബന്ധപ്പെട്ടതാണ്. ഉസൂലുൽ ഫിഖ് ശരിക്കും മനസ്സിലാകണമെങ്കിലും ഇൽമുൽ കലാം വേണം. എല്ലാത്തിനെയും അടിസ്ഥാനമായി വർത്തിക്കുന്ന അറിവാണ് ഇൽമുൽ കലാം. മാത്രമല്ല നമ്മളെ ഹദീസിന്റെ കിതാബുകൾ ശരിക്കും മനസ്സിലാകണമെങ്കിൽ, തഫ്സീർ ശരിക്കും മനസ്സിലാകണമെങ്കിലും ഇൽമുൽ കലാം മനസ്സിലാകണം. തഫ്സീർ റാസി നോക്കിയവർക്കറിയാം ഇൽമുൽ കലാം മനസ്സിലാകാതെ ആ കിതാബ് ശരിക്കും തിരിയില്ല. അതുപോലെ വളരെ സിമ്പിളായി എഴുതിയ കിതാബാണ് ശറഹ് മുസ്ലിം, ഇമാം നവവി റഹിമഹുള്ളയുടെ. ഇമാമിന്റെ ശൈലി എന്ന് പറയുന്നത് ചില വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഉദാഹരണത്തിന് അള്ളാഹുവിനെ ആഖിറത്തിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ കൂടുതൽ വിശദീകരണം ഒന്നും ഉണ്ടാവില്ല. ഇമാം അവിടെ പറയും അതൊക്കെ ഇൽമുൽ കലാമിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാരായ മുത്തകല്ലിമുകൾ അവരത് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കിതാബുകൾ നോക്കിക്കോളൂ എന്ന് പറയും. അപ്പൊ നമുക്ക് ഹദീസിന്റെ വിശദീകരണം അറിയണമെങ്കിലും ഖുർആനിന്റെ വിശദീകരണം അറിയണമെങ്കിലും എല്ലാം ഇൽമുൽ കലാം അത്യാവശ്യം. ഇനി സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, ദോഷക്കാരുണ്ടോ? എന്തിനാ അപ്പൊ ഇൽമുൽ കലാം ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കുന്നത്? നമുക്കിതൊക്കെ ഇൽഹാമായിട്ട് കിട്ടിയാൽ പോരെ എന്ന്. ഇൽഹാം എന്ന് മനസ്സിലായില്ലേ? നമ്മളെ മനസ്സിലെന്ത് ചെയ്യാം? കാര്യങ്ങളെല്ലാം വെളിപ്പെടുക. അല്ലാഹു തആല അല്ലാഹു തആല എന്നാകണമെന്നില്ല, നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തരിക. ഇങ്ങനെ കിട്ടിയാൽ പോരെ എന്ന്. ആ ഒരു ചോദ്യത്തിന്റെ മറുപടി മവാഖിഫുൽ ഇമാം അബ്ദുദ്ദീനുൽ ലീജി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇൽഹാമിലൂടെ കിട്ടിയാലും ഒരാളുടെ വിശ്വാസം അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് മനസ്സിലെന്തൊക്കെയോ തോന്നി, അത് തന്നെയാണോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അത് ശരിയാണോ അല്ല എന്ന് നോക്കണമെങ്കിൽ ഇവിടെ വിജ്ഞാന ശാഖ വേണം. ആ വിജ്ഞാന ശാഖയാണ് ഇൽമുൽ കലാം. ഇൽമുൽ കലാം ഒന്നും പഠിക്കണ്ട, നമുക്ക് ഹൃദയം നന്നാക്കിയാൽ മതി, എങ്കിലെല്ലാം വെളിപ്പെടുമെന്ന് പറയുന്നത് ശരിയല്ല. മനസ്സിലായോ? ഈ വിജ്ഞാന ശാഖ അത് നിലനിർത്തുന്ന അല്പം ആളുകളെങ്കിലും ഇവിടെ വേണം. എങ്കിലേ മനസ്സിൽ തോന്നിയത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഇനി ഇൽമുൽ കലാം പഠിക്കുന്നതിന്റെ ഹുക്മ്, അതിന്റെ വിധി എന്താണ് എന്ന്. അപ്പൊ ഇൽമുൽ കലാമിന്റെ ഹുക്മ് എന്താണ്, അത് പഠിക്കുന്നതിന്റെ ഹുക്മ്, അതെല്ലാവരും പഠിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് തുഹ്ഫയിൽ അല്ലാമ ഇബ്നു ഹജറിനിൽ ഹൈതമി തങ്ങൾ പറയുന്നത് കാണാം. തുഹ്ഫ 9-ാം ഭാഗം 214-ാം പേജ്, പഴയ മോഡൽ തുഹ്ഫ. നമ്മളെ ഫത്തുൽ മുബീനിലൊക്കെ നമ്പറിന്റെ തുഹ്ഫ അല്ലേ, ആ രീതിയിലുള്ള തുഹ്ഫ. അപ്പൊ തുഹ്ഫ 9-ാം ഭാഗത്തിൽ ഫർദു കിഫായയെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. സലാം പറയൽ ഫർദു കിഫായയാണ്, ജിഹാദ് ഫർദു കിഫായയാണ്. ഇത്തരം ഫർദു കിഫായകൾ പ്രസ്താവിക്കുന്നിടത്ത്, പരാമർശിക്കുന്നിടത്ത് പറയുന്നത് കാണാം. വഹല്ലുൽ മുശ്കിലാത്തി ഫിദ്ദീനി, മതത്തിലുള്ള ഇഷ്കാലുകൾ, ദീനി വിഷയങ്ങളിലുള്ള ഇഷ്കാല് തീർക്കലും ഫർദ് കിഫായയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ലിതൻതഫിയ ശുബ്ഹാത്തു വതസ്ഫുവ അൽ-ഇഅ്തിഖാദാത്തു അൻ തംബീഹാത്തിൽ മുബ്തദിഈന വമുഅ്ദിലാത്തിൽ മുൽഹിദീന. നിരീശ്വരവാദികളുടെ, ബിദ്അത്തുകാരുടെ ആരോപണങ്ങളിൽ നിന്നും അവരുന്നയിക്കുന്ന തെളിവുകളിൽ നിന്നുമെല്ലാം കൃത്യമായ ദീന് കടഞ്ഞെടുത്ത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ, അതിന്റെ ശരിയായ രീതിയിൽ മനസ്സിലാകണമെങ്കിൽ ദീനിലുള്ള ഇഷ്കാലുകൾ തീരണം എന്നാണ് പറയുന്നത്. ഉദാഹരണം, നേർച്ച
ഇബാദത്താണ്. ഇബാദത്ത് ആർക്കേ പാടുള്ളൂ? അള്ളാഹ്ക്കേ പാടുള്ളൂ. ഇവിടെ അവയവ മക്കാമിൽ നേർച്ചിടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇതിപ്പോൾ ദീനുള്ള ഒരു വിഷയമാണ്. ഇത്തരം ഒരുപാട് തെളിവുകളല്ല ശുബഹകൾ, ഇതിൽ നിന്നെല്ലാം സംശുദ്ധമായിട്ട് ദീനിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് ദീനിലുള്ള ഇഷ്കാലുകൾ തീരണം. ആ ഇഷ്കാലിന് അതിന് മറുപടി കിട്ടിയാൽ നമുക്ക് ക്ലിയറായി നേർച്ച ചെയ്യാം, നേർച്ച പറ്റുമെന്ന് കിട്ടും. ആ വലായ ഹസുര് കമാലു ദാലിക, ഇത് പരിപൂർണമായിട്ട് സാധ്യമാവുകയില്ല. ഏത് ദീന് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാകുക. ഇല്ലാ ബി ഇത്ഖാനി ഖവാഇദി ഇൽമുൽ കലാമി, ഇൽമുൽ കലാമിന്റെ തത്വങ്ങൾ അത് മനസ്സിലായാലല്ലാതെ ഇത്തരം വിഷയം എന്താവൂല, ക്ലിയർ ആകൂല എന്നാണ് ഇബ്നു ഹജർ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വമിൻ സമ്മ ഖാലൽ ഇമാമു പറഞ്ഞിട്ടുണ്ട്. ആരാ ഇമാമ്? ഇമാമുൽ ഹറമൈനി ബറകല്ലാഹു ഫീക്കും. ഇമാമുൽ ഹറമൈനി പറഞ്ഞു, ലൗ ബഖിയൻ നാസു അലാ മാ കാനു അലൈഹി ഫീ സുഹബത്തിൽ ഇസ്ലാമി ലമാ ഔജബന തശാഉല ബിഹി. ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ, സഹാബത്തിന്റെ കാലഘട്ടത്തിലുള്ളതുപോലെ മുസ്ലിങ്ങളുടെ വിശ്വാസം സംശുദ്ധമാണെങ്കിൽ, കളങ്കരഹിതമായിരുന്നുവെങ്കിൽ, യാതൊരു പോറലും ഏൽക്കാത്ത വിശ്വാസമായിരുന്നുവെങ്കിൽ ഈ ഇൽമുൽ കലാമുമായിട്ട് ശുഗലാകൽ, ഇൽമുൽ കലാമുമായി വ്യാപൃതരാകൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറയുമായിരുന്നില്ല. ആ ഇൽമുൽ കലാം നിർബന്ധമാണ്, ഫർദ് കിഫായയാണ് നമ്മൾ പറയാൻ കാരണം എന്താ? ഇവിടെ ദീനിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് പറയുന്നു എന്നല്ല, അത് പഠിക്കൽ നിർബന്ധമാണെന്ന് നമ്മൾ പറയില്ല. അത് മാത്രമല്ല, ജനങ്ങൾ ആ രീതിയിൽ സംശുദ്ധരാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ പഠിക്കരുത് എന്ന് നമ്മൾ പറയുമായിരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായി? ഇൽമുൽ കലാം പഠിക്കേണ്ടതില്ല എന്ന് നമ്മൾ പറയുമായിരുന്നു. പക്ഷെ എന്നിട്ട് അവർ പറയുന്നു അമ്മൽ ആന, എന്നാൽ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് വഖത്ത് സാറത്തിൽ ബിദ്അത്ത്, നവീനവാദങ്ങൾ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനിലില്ലാത്ത വിഷയങ്ങൾ, അത് സാറത്ത് എന്ന പരക്കെ വ്യാപിച്ചിരിക്കുന്നു. വലാ സബീല ഇലാ തർക്കിഹ, അതുകൊണ്ട് തന്നെ ഈ ഇൽമുൽ കലാം പഠിക്കുക, പഠിപ്പിക്കുക എന്നത് ഇത് ഒഴിവാക്കാൻ ഇന്ന് യാതൊരു മാർഗവുമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു ഫസാറൽ ഇസ്തിഗ്ലാലു ബി അദില്ലത്തിൽ മഅഖൂലി വഹല്ലി ശുബ്ഹത്തി മിൻ ഫുറൂദിൽ കിഫായാത്ത്, അതുകൊണ്ട് തന്നെ വിശ്വാസ സംഹിതയെ സംരക്ഷിക്കുക, അതിന്റെ കാര്യങ്ങളെ സ്ഥിരീകരിക്കുക, അതിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നത് ഫർദ് കിഫായയിൽപ്പെട്ടതാണ് എന്ന്. എന്നിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട്, ദീനിന്റെ എന്തെങ്കിലും വിഷയങ്ങളിൽ സംശയമുള്ള ഒരു വ്യക്തി, വിശ്വാസ കാര്യങ്ങളിൽ സംശയമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആ വിശ്വാസം ശരിയാകുന്നത് വരെ അതിന് പരിശ്രമിക്കാൻ നിർബന്ധമാണ്. നേരത്തെ നമ്മൾ ഫർദ് കിഫായയാണ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ മേലുള്ള ബാധ്യത. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, നിശ്ചിതമായ വ്യക്തിക്ക് തന്റെ വിശ്വാസ കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർക്കൽ ഫർദ് ഐൻ തന്നെ ആയിത്തീരും. ക്ലിയർ ആയില്ലേ? എന്നിട്ട് പറയുന്നു വസാലിമാവ് പറയുന്നത് അൽ ഹഖു, കാര്യത്തിന്റെ നിജസ്ഥിതി പറയുകയാണെങ്കിൽ അത് നിങ്ങൾ വായിച്ചാൽ മതി. കുറച്ചുകൂടെ ഉണ്ട്. ഇനി ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങളെ പോലെ തന്നെ ശാഫിഈ മദ്ഹബിൽ വളരെ പ്രബലരായ ഒരു ഇമാമാണ് ഇമാം റംലി റഹിമഹുല്ലാ. റംലി ഇമാമിന്റെ കിതാബൊക്കെ പരിചയമുണ്ട്? ഒന്നും പരിചയമില്ലേ? നിഹായ കേട്ടിട്ടില്ലേ? നിഹായ കേട്ടിട്ടുണ്ട്, റംലി ഇമാമിന്റെ കേട്ടില്ല അല്ലേ? അപ്പോ ആ നിഹായ എഴുതിയ റംലി ഇമാം അവർക്ക് തന്നെ സുബദ് എന്നൊരു കിതാബുണ്ട്. നിഹായ എഴുതിയ റംലി ഇമാമിന് അവരെ പിതാവിനാണെന്ന് നോക്കണം കേട്ടോ. ഏതായാലും റംലി എന്നാണ് പറയാ. രണ്ട് റംലി ഉണ്ട്, അഹമ്മദ് റംലി ഉണ്ട്, മുഹമ്മദ് റംലി ഉണ്ട്. സുബദായിരിക്കും കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ സുബദിന്റെ ശറഹുണ്ട് ഗായത്തുൽ ബയാൻ എന്ന് പറയുന്ന. ആ ഗായത്തുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം ഈ
ഇൽമുൽ കലാം എന്ന് പറയുന്നത് ഫർദു കിഫായത്തിൻ അലാ ജമീൽ മുകല്ലഫീന അല്ലദീന യുംകിനു കുല്ലം മിൻഹുമാ ഫിഇലുഹു. ഈ ഫകുല്ലും മിൻഹും മുഖാത്തബുൻ ലിഫിഇലിഹി ലാകിൻ ഇദാ ഫഅലഹുൽ ബഅദു സഖത്തൽ ഹർജു അനിൽ ബാഖീന. ഇൽമുൽ കലാം പഠിക്കുക എന്നത് എല്ലാവർക്കും നിർബന്ധമാണ്. പക്ഷെ അത് ഫർദ് കിഫായാണ്. ചിലർ ചെയ്താൽ ബാക്കിയുള്ളവർക്ക് എന്തുണ്ടാവില്ല, അതിന്റെ ശിക്ഷ ഉണ്ടാവൂല എന്ന്. ഈ ഫർദ് കിഫായാണെന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും അല്ല, അത് പഠിക്കാൻ അവസരം കിട്ടിയ പഠിക്കാൻ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഒരാൾക്ക് ഇൽമുൽ കലാം എന്ന് പറയുന്ന വിജ്ഞാന ശാഖ ഉണ്ട് എന്ന് തന്നെ അറിയില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് കുറ്റം ഉണ്ടാവില്ല. അതേസമയം ഒരാൾ ബലീദാണ്. ബലീദ് എന്ന് പറഞ്ഞാൽ ചിന്താശേഷി ഇല്ലാത്ത വ്യക്തിയാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരനായ വ്യക്തി. അവർക്കൊന്നും ഈ ഫർദ് കിഫായ എന്ന് പറയുന്ന ബാധ്യത വരില്ല. അതൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. റാസി ഇമാമിന്റെ കൗലൊക്കെ ഉദ്ധരിച്ചിട്ട് അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇമാം ഗസാലി റഹിമഹുല്ലാ ഇഹ്യാ ഉലൂമുദ്ദീനിലും പറയുന്നുണ്ട് ഈ ഇൽമുൽ കലാം പഠിക്കല് അത് ഫർദ് കിഫായയാണ് എന്ന്. നബവി ഇമാമ് ശറഹ് മുസ്ലിമിൽ പറഞ്ഞു ബിദ്അത്ത് 5 തരം. ഏതൊക്കെ? വാജിബത്തായ ബിദ്അത്ത്, നിർബന്ധമായ ബിദ്അത്ത്, സുന്നത്തായ ബിദ്അത്ത്, ഹറാമായ ബിദ്അത്ത്, കറാഹത്തായ ബിദ്അത്ത്, മുബാഹായ ബിദ്അത്ത്. ഇങ്ങനെ 5 തരം ബിദ്അത്തുകളുണ്ട്. എന്നിട്ട് പറയുന്നു ഫമിനൽ വാജിബത്തി, വാജിബത്തായ ബിദ്അത്തിൽപ്പെട്ടതാണ് നഗ്മു അദില്ലത്തിൽ മുതകല്ലിമീന. മുതകല്ലിമുകൾ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാര് അവര് ഇവിടെ പറഞ്ഞു വെച്ച തെളിവുകൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തിനാണത്? ലിറദ്ദി അലൽ മലാഹിദത്തി വൽ മുബ്തദിഈന. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ ഇവർക്കും ബിദ്അത്തുകാർക്കും മറുപടി പറയാൻ വേണ്ടി ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച തെളിവുകൾ അത് വാജിബത്തായ ബിദ്അത്തിൽപ്പെട്ടതാണ് എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഗസാലി ഇമാം ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഫർദ് കിഫായാണ് എന്നതിന് ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തിക്ക് പണ്ട് കാലത്തൊക്കെ കാഫിലകളായിട്ട് യാത്രാ സംഘങ്ങളായിട്ടാണ് ഹജ്ജിന് പോകുക. അപ്പോൾ ആ ഹജ്ജിന് പോകുന്ന കാഫിലയുടെ മുന്നിൽ ഒരു കൂട്ടം ഹുറാസിനെ വിടും. ഹുറാസ് പറഞ്ഞാൽ ഈ ശത്രുക്കളിൽ നിന്നും ഇതിനൊക്കെ തടയുന്ന വ്യക്തികൾ, ഭടന്മാരെന്നൊക്കെ വേണം പറയാൻ. യുദ്ധഭടന്മാരല്ലേ ഈ കാഫിലെ സംരക്ഷിക്കുന്ന ആളുകൾ. അവരങ്ങനെ വിടൽ നിർബന്ധമൊന്നുമില്ല, അവരുടെ ആവശ്യമില്ല ശരിക്ക്. പക്ഷേ കുത്താവുത്തരേക്ക് കൊള്ളക്കാരിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഇവരെ നിർത്തുന്നത്. തീരെ കൊള്ളക്കാരില്ലെങ്കിൽ പിന്നെ ഇവരെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് ഇൽമുൽ കലാം എന്ന് പറയുന്നത്. ജനങ്ങളുടെ വിശ്വാസത്തിൽ മാറ്റം വന്നതുകൊണ്ട്, ഇവിടെ ബിദ്അത്തുകാരും മലാഹിദത്തും വന്നതുകൊണ്ടാണ് ഇൽമുൽ കലാം ആവശ്യമായി വന്നത്. അല്ലെങ്കിൽ ഇൽമുൽ കലാമിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന് യഹ്യായിൽ പറയുന്നത് കാണാം, 1-ാം വാള്യം. ഇനി ഇൽമുൽ കലാം പഠിക്കൽ എല്ലാവർക്കും നിർബന്ധം ഉണ്ടോ ഇല്ലയോ? നമ്മൾ പറഞ്ഞു ഫർദ് കിഫായയാണ്. അത് ശറഹ് മുസ്ലിമിൽ നയ്യാവ് പറയുന്നുണ്ട് വലാ യജിബു അലൈഹി തഅല്ലുമു അദില്ലത്തിൽ മുതകല്ലിമീന. മുതകല്ലിമുകൾ പറഞ്ഞു വെച്ച അദില്ലത്തുകൾ അതെല്ലാം മനസ്സിലാക്കുക എന്നത് എല്ലാവർക്കും നിർബന്ധമല്ല. ഒരു മുസ്ലിമായ വ്യക്തിക്ക് നിർബന്ധമാകുന്നത് ശരിയായ വിശ്വാസം ഉണ്ടാവുക എന്നതാണ്. മറ്റു പഠിക്കൽ ഫർദ് കിഫായയാണ് എന്ന്. അതേസമയം ഈ വ്യക്തിക്ക് തന്നെ സംശയമുണ്ടെങ്കിൽ അത് തീർക്കല് നിർബന്ധമാണ്. ഫത്താവൽ ഹദീസിയയിലും ഇതുപോലുള്ള പരാമർശം കാണും. ഫത്താവൽ ഹദീസിയ അറിയാവ ഇബ്നു ഹജറിനിൽ ഹൈതമി, ഇബ്നു ഹജറിനിൽ ഹൈതമി തങ്ങളുടെ അൽ ഫത്താവൽ ഹദീസിയയിൽ കാണാം വല്ലദീ സറഹ ബിഹി അയിമ്മത്തുന അന്നഹു യജിബു അലാ കുല്ലി വാഹിദിൻ വുജൂബൻ ഐനിയൻ അൻ യഅരിഫ സഹീഹൽ ഇഅ്തിഖാദി മിൻ ഫാസിദിഹി വലാ യുസ്തറതു ഫീഹി ഇൽമുഹു ബി ഖവാനീനി അഹ്ലിൽ കലാമി. ഓരോ വ്യക്തിക്കും നിർബന്ധമാകുന്നത് ശരിയായ വിശ്വാസം ഉണ്ടാവുക എന്നത് മാത്രമാണ്. ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച തെളിവുകൾ മനസ്സിലാക്കുക എന്നത് എല്ലാവർക്കും നിർബന്ധമില്ല. എന്നിട്ട് പറയുന്നു അമ്മാ തഅലീമുൽ ഹുജജിൽ കലാമിയ്യ,
വൽ ഖിയാമു ബിഹാ ലിർറദ്ദി അലൽ മുഖാലിഫീന ഫഹുവ ഫർദു കിഫായത്തിൻ. ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ ഇവിടെ അവതരിപ്പിച്ച അവരെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച തെളിവുകൾ മനസ്സിലാക്കുകയും വിദ്വത്തുകാർക്ക്, ദീനിനെ എതിർക്കുന്നവർക്ക്, നിഷേധിക്കുന്നവർക്ക് മറുപടി പറയുക എന്നതൊക്കെ ഫർദ് കിഫായയാണ്. അല്ലാഹുമ്മ ഇല്ലാഹം വഖഅത്ത് എന്നിട്ട് പറയുന്നു. പക്ഷേ ഇല്ലാഹം വഖഅത്ത് ഹാദിസത്തുൻ ഫതവഖഫ ദഫുൽ മുഖാലിഫി ഫീഹാ അലാ തഅല്ലുമി മാ യതഅല്ലഖു ബിഹാ മിൻ ഇൽമിൽ കലാമി വലാതിഹി ഫയജിബു അലൈനാ ഫയജിബു ഐനൻ അലാ മൻ തഅഹല ലിദാലിക തഅല്ലുമു റദ്ദി അലൽ മുഖാലിഫീന. ഇവിടെ ബിദ്അത്തുകാർ വന്നാൽ, ആ ബിദ്അത്തുകാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ശുബഹകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ കഴിയുന്നവർക്ക് മറുപടി പറയൽ ഫർദ് ഐനാകും എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ ഫത്താവൽ ഹദീസിൽ പറഞ്ഞത്. ഇതുപോലെ അദാരി ഇമാം അൽ-ഇഖ്തിസാദ് ബിൽ ഇഅ്തിഖാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്. ഇനി അപ്പോൾ ഇൽമുൽ കലാം പഠിക്കൽ അത്യാവശ്യമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൽമുൽ കലാമിനെ എതിർത്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇൽമുൽ കലാം ശരിയല്ല, അത് പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ല, അല്ലാമ ശഅബി റഹിമഹുല്ല, ഇതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇൽമുൽ കലാമിനെ എതിർത്തിട്ടുണ്ട്, നിരാകരിച്ചിട്ടുണ്ട്. അതുമായിട്ട് വ്യാപൃതരാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂഫികളുടെ കൂട്ടത്തിൽ നിന്ന് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി, ഇത്തരമുള്ള മഹാന്മാരൊക്കെ ഇൽമുൽ കലാമിനെ എതിർത്തവരാണ്. ഇത്ര വലിയ അയിമ്മത്ത് എതിർത്തിട്ടും പിന്നെന്തിനാ നമ്മളിത് പഠിക്കുന്നത്? പിന്നെ എങ്ങനെ അത് ഫർദ് കിഫായ ആവുക, എങ്ങനെയാണ് ഫർദ് ഐനാവുക എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എതിർത്തത് പ്രകാരം ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശറഉൽ അഖായിദ ജൗഹറത്ത് ഓതാൻ പാടില്ല എന്നല്ല. അതൊക്കെ ഇൽമുൽ കലാമിന്റെ കിതാബുകളല്ലേ. അപ്പൊ അത് രണ്ടും വൈരുദ്ധ്യമുണ്ടോ ഇല്ലയോ, എന്താണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇത്തരം പണ്ഡിതന്മാർ പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ശാഫിഈ ഇമാം പറഞ്ഞതായിട്ട് തബീനു കദിബിൽ മുഫ്തരി ഫീമാ നുസിബ ഇലൽ ഇമാമിൽ അശ്ശരി എന്ന കിതാബുണ്ട്. അത് കേട്ടോ? വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. ആ കിതാബ് നോക്കാത്ത ഒരു വ്യക്തിക്ക് ശരിക്ക് അഖീദയെ കുറിച്ച് അറിവുണ്ടാകൂല, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സുന്നിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആ കിതാബ് നോക്കുക പറഞ്ഞാൽ അതിലുള്ള അറിവുകൾ ഉണ്ടാകുന്ന ഉദ്ദേശം. അതുപോലെ പറയുന്നത് കാണാം, ഒരു പണ്ഡിതൻ ശാഫിഈ ഫഖീഹ് ആകണമെങ്കിൽ അദ്ദേഹം തബീനു കദിബിൽ മുഫ്തരി നോക്കിയിരിക്കണമെന്നാണ്. അത് പണ്ട് കാലത്തൊന്നും പ്രിന്റഡ് അല്ല, ഇപ്പോൾ അത് നല്ല പ്രിന്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് കിട്ടും. തബീനു കദിബിൽ മുഫ്തരി ഫീമാ നുസിബ ഇലൽ ഇമാമിൽ അശ്ശരി. നസബ വായിക്കാം. ഇബ്നു അസാക്കിർ റഹിമഹുല്ലാന്റെ കിതാബാണ്. അപ്പൊ അതില് പറയുന്നത് കാണാൻ, ഷാഫി ഇമാമിൽ ഉദ്ധരിക്കുന്നു, ഒരു വ്യക്തി ശിർക്കല്ലാത്ത എല്ലാ തെറ്റുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് ഹൈറ്, ഇൽമുൽ കലാമിൽ ഇടപെട്ട് അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ. മനസ്സിലായോ? ഒരു മുസ്ലിമായ രണ്ട് വ്യക്തിയുണ്ട്, രണ്ടാളും ശിർക്ക് ചെയ്തിട്ടില്ല. ഒരാള് എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട്, ശിർക്കല്ലാത്ത എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വ്യക്തി തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? ഇൽമുൽ കലാമിൽ വ്യാപൃതനാവുക എന്നതേ ചെയ്തിട്ടുള്ളൂ. ഈ രണ്ട് വ്യക്തികളെ നോക്കിയാൽ എല്ലാ തെറ്റും ചെയ്ത ഈ വ്യക്തി ആയിരിക്കും ഹൈർ എന്നാണ് ആര് പറഞ്ഞത്? ഷാഫിഈ പറഞ്ഞത്. അപ്പൊ ഇൽമുൽ കലാം അത്രയും ഗൗരവമാണെന്ന്, അതിന് ഇടപെടാൻ പാടില്ല എന്നാ പറഞ്ഞത്. അതുപോലെ ഷാഫിഈന്റെ വേറൊരു വാക്ക്, ലൗ അലിമൻ നാസു മാഫിൽ കലാമി, ഇൽമുൽ കലാമിന്റെ അപകടങ്ങൾ ഒരാൾ തിരിച്ചറിയുകയാണെങ്കിൽ ലഫറു മിൻഹു കമാ യഫിറു മിനൽ അസദി, സിംഹത്തെ പേടിച്ച് ഓടുന്നത് പോലെ അവർ ഓടി രക്ഷപ്പെടുമായിരുന്നു എന്ന് ഷാഫിഈ പറഞ്ഞതായിട്ട് കാണാം. ഇമാം ശഅബി റഹിമഹുല്ലാ പറയുന്നു, ശഅബി വലിയ മുഹദ്ദിസാണ്. മൻ തലബദ്ദീന ബിൽ കലാമി തസന്തക, ഇൽമുൽ കലാം അനുസരിച്ച് ഒരാൾ ദീന് മനസ്സിലാക്കാൻ തുനിയുകയാണെങ്കിൽ അദ്ദേഹം സിന്ദീഖ് എന്ന് പറഞ്ഞാൽ വിശ്വാസമൊക്കെ പഴച്ചു പോയ ആൾ ആയിത്തീരും. അപ്പൊ ഇങ്ങനെ അതുപോലെ അബൂ ഹനീഫാമിന്റെ ശിഷ്യനായ അബൂ യൂസുഫ് റഹിമഹുല്ലാ അവര് പറയുന്നത് കാണാം, മൻ തലബദ്ദീന ബിൽ കലാമി തസന്തക. ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പൊ ഇതിനെന്താ മറുപടി? നിങ്ങളിപ്പോ ഇൽമുൽ കലാമിന്റെ കിതാബ് പോയില്ലേ, അല്ലെ ഓതാൻ നിൽക്കല്ലേ? എന്താ മറുപടി?
അതിന്റെ മറുപടി ചെറിയ രീതിയിലൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഭാഗത്ത് വായിക്കാം. ഇൽമുൽ കലാം എന്ന് പണ്ട് കാലത്ത് ഷാഫി ഇമാമിന്റെ കാലത്തൊക്കെ മുത്തകല്ലിമുകൾ ഇൽമുൽ കലാം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ബിദ്അത്തുകാരായിരുന്നു. അഹ്ലുസുന്നയുടെ ആളുകളെ കുറിച്ച് ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുത്തകല്ലിമുകൾ എന്ന് പറയാറുണ്ടായിരുന്നില്ല. അപ്പൊ ചരിത്രപരമായ ഒരു കാരണത്താലാണ് ഷാഫി ഇമാമും അബൂ ഹനീഫ ഇമാമും അതുപോലെ ശഅബി ഇമാമൊക്കെ എതിർത്തത്, അബൂ യൂസുഫ് റഹിമഹുള്ളാഹ് എതിർത്തത്. കാരണം അന്നത്തെ ബിദ്അത്തുകാരെ കുറിച്ചാണ് പറയുന്നത്. അത് വളരെ വിശദമായിട്ട് ഈ വാക്കുകൾ ഉദ്ധരിച്ചതിന് ശേഷം തബീൻ കദിബിൽ മുഫ്തരിയിൽ തന്നെ ഇബ്നു അസാക്കിർ റഹിമഹുള്ളാഹ് പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഒരുപാട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, വഖദ് കാന ശാഫിഈ റഹിമഹുള്ളാഹ്, ഷാഫി ഇമാം തന്നെ യുഹ്സിനുഹു, അവർക്ക് ഇൽമുൽ കലാമിന്റെ വിഷയങ്ങൾ നല്ലോണം അറിയുമായിരുന്നു. വയഫ്ഹമുഹു, അത് മനസ്സിലാവുകയും ചെയ്തിരുന്നു അവർക്ക്. മാത്രമല്ല വഖദ് തകല്ലമ മഅ ഗൈരി വാഹിദിൻ മിമ്മൻ ഇബ്തദഅ, ബിദ്അത്തുകാരായ ഒരുപാട് ആളുകളോട്, നിരവധി ആളുകളോട് ഷാഫി ഇമാം മുനാദറ സംവാദം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അഖാമൽ ഹുജ്ജത അലൈഹി, അദ്ദേഹത്തിനെതിരെ ബിദ്അത്തുകാർക്കെതിരെ തെളിവ് നിരത്തുകയും ഹത്തൻ ഖത്തഅ, അവരങ്ങനെ വേരറ്റ് പോവുകയും ചെയ്തു. അപ്പൊ ഈ ദൗത്യം ഇൽമുൽ കലാമിന്റെ ദൗത്യം, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ തഖ്രീറുൽ അഖായിദും ദഫ്ഉ ശുബ്ഹാത്തും, ഈ ദൗത്യം നിർവഹിച്ചവരാണ് ഇമാം ഷാഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ റഹിമഹുള്ളാഹ്. അപ്പൊ അവര് എതിർത്തത് ഈ ശൈലിയെ അല്ല, കാരണം അവര് തന്നെ ചെയ്ത ശൈലിയാണത്. അപ്പൊ അവര് ഇൽമുൽ കലാമിനെ എതിർക്കാനുള്ള കാരണം അന്ന് ഇൽമുൽ കലാം എന്നറിയപ്പെട്ടിരുന്നത്, മുത്തകല്ലിമുകൾ എന്നറിയപ്പെട്ടിരുന്നത് ബിദ്അത്തുകാരായ മുഅ്തസിലത്തും മറ്റൊക്കെയായിരുന്നു. ഷാഫി ഇമാം മുനാദറ നടത്തിയ സംവാദം നടത്തിയ വ്യക്തിയാണ് ഹഫ്സുൽ ഫർദ്. ഹഫ്സ് ഇയാൾ ഖദരിയായിരുന്നു, ഖദരി വിശ്വാസക്കാരനായിരുന്നു. അപ്പൊ അത്തരം വിശ്വാസക്കാരുമായിട്ട് ഷാഫി ഇമാം തന്നെ മുനാദറ നടത്തിയിട്ടുണ്ട്. അത് ബൈഹഖി ഇമാം പറയുന്നുണ്ട്. ബൈഹഖി ഇമാം പറയുന്നതായിട്ട് തബീൻ കദിബിൽ മുഫ്തരിയിൽ ഉദ്ധരിക്കുന്നു. മാലിക് ഇമാമും ബൈഹഖി ഇമാം പറയാണ്, ഷാഫി ഇമാമിനെ പോലെ മാലിക് ഇമാമും ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ ഇൽമുൽ കലാം ശരിയല്ല, അത് വളരെ ഗൗരവമാണ്, ആഖിറത്തിൽ വലിയ ശിക്ഷക്ക് അർഹരായിത്തീരും എന്നൊക്കെ രീതിയിൽ. എന്നിട്ട് പറയുന്നു ബൈഹഖി ഇമാം, വഇന്നമാ യുരീദു വല്ലാഹു അലം ബിൽ കലാമി കലാമ അഹ്ലിൽ ബിദ്അ, ബിദ്അത്തുകാരുടെ ഇൽമുൽ കലാമാണ് ഉദ്ദേശിക്കുന്നത്. ഫഇന്ന ഫി അസ്രിഹിമ, ഷാഫി ഇമാമിന്റെ കാലത്തും മാലിക് ഇമാമിന്റെ കാലത്തും ഇന്നമാ യുറഫു ബിൽ കലാമി അഹ്ലുൽ ബിദ്അ, ബിദ്അത്തുകാരായിരുന്നു ഇൽമുൽ കലാമിന്റെ ആളുകൾ എന്നറിയപ്പെട്ടിരുന്നത് എന്ന്. ഫഅമ്മ അഹ്ലുസുന്നത്തി, അന്നത്തെ അഹ്ലുസുന്ന, ഫകല്ലമാ കാനു യഹൂദുന ബിൽ കലാമി, അവർ ഇൽമുൽ കലാമിന്റെ വിഷയത്തിൽ അന്ന് ചർച്ച ചെയ്യാറുണ്ടായിരുന്നില്ല ഷാഫി ഇമാമിന്റെ കാലത്ത്. ഹത്തദ്ദറു ഇലൈഹി ബഅദു, പിന്നീട് അവര് ഗത്യന്തരമില്ലാതെ ബിദ്അത്ത് വളരെ വ്യാപിച്ചപ്പോൾ അതിന് മറുപടി പറയണം എന്ന രീതിയിൽ മാത്രമാണ് ഇൽമുൽ കലാമിന്റെ വിഷയങ്ങളിൽ അന്നത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇടപെട്ടത് എന്ന് പറയുന്നത് കാണാം. എന്നിട്ട് പറയുന്നു ഇതൊരു മറുപടിയാണ് അവരൊക്കെ എതിർത്തതിന്റെ. മറ്റൊരു മറുപടി ഉണ്ട്. മറ്റൊരു മറുപടി എന്താ? ഇൽമുൽ കലാം അത് മാത്രം പഠിക്കുക, ഫിഖ്ഹ് പഠിക്കുന്നില്ല, തസവ്വുഫും പഠിക്കുന്നില്ല. ഈ ഒരു ശൈലിയെയാണ് അയിമത്ത് എതിർത്തത് എന്നും കാണാം. അതിന്റെ തെളിവുകളൊക്കെ ഇബ്നു അസാക്കിർ റഹിമഹുള്ളാഹ് ശേഷം പറയുന്നുണ്ട്.